ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞങ്ങൾ തീരെ പ്രതീക്ഷിക്കാണ്ട് അൺഎക്സ്പെക്റ്റഡായിട്ട് ഞങ്ങൾക്ക് കിട്ടിയൊരു അടിപൊളി മൊമെൻ്റാണത്. ഞങ്ങളുണ്ടല്ലോ ഫുജേറയ്ക്ക് പോവായിരുന്നു. ഫുജേറയ്ക്ക് മഴയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ റാസൽ ഖൈമയിലും ഫുജൈറയിലും കോർഫഖാനിലൊക്കെ വാദികൾ നിറഞ്ഞൊഴുകുന്ന വീഡിയോസ് ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ പോണ വഴിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുകയും ചെയ്തു, അയ്യോ നമുക്കങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങളിങ്ങനെ പോവുക. കാറിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഫുജൈറയിലേക്ക് പോണ വഴിക്ക് ഒരു വാദി കണ്ടത്. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം. ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്പോട്ട് കിട്ടുന്നത്. ഞങ്ങൾ വേറൊരു ആവശ്യത്തിന് ഫുജൈറയ്ക്ക് പോവുമായിരുന്നു. അന്നപ്പോഴാണ് ഈ സ്ഥലം കണ്ടത്. അടിപൊളി സ്ഥലം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ വെള്ളം മഴ പെയ്തപ്പോൾ നല്ല ഫുള്ളായിട്ട് അവിടെ മൊത്തം പരന്നൊഴുകിയതാണ്. ഇപ്പോൾ മഴ കഴിഞ്ഞ് ഇതായ സമയത്ത് അവിടെ കുറച്ച് ഏരിയയിൽ മാത്രം നല്ല വെള്ളമുണ്ട്. നല്ല ഭയങ്കര ഫോഴ്സായിട്ടാണ് ഈ വെള്ളം ഒഴുകണത് കേട്ടോ. ഭയങ്കര ഫോഴ്സ് ഉണ്ട് വെള്ളം ഒഴുകുന്നതിന്. നല്ല അടിപൊളി നല്ല വെള്ളം, നല്ല തണുപ്പുള്ള വെള്ളം. കാലിങ്ങനെ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പ്. അതിന് ഞാനും ഏതൊരു ചേച്ചി എല്ലാവരും കുറേ നേരം വെള്ളത്തിൽ കളിച്ചിട്ടാണ്. ഇതിങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് ഒഴുകി വന്നിട്ട് കുറേ ദൂരം ഇത് പോകുന്നുണ്ട് വെള്ളം. അതിന് കുറച്ചധികം ദൂരത്തേക്ക് ഇതുണ്ട്. അതിന് കുറേ ആൾക്കാർ എത്ര വണ്ടി വെച്ചിട്ടാണ്. ഞങ്ങൾ നോക്കുമ്പോൾ ഒരു സൈഡ് മൊത്തം വണ്ടി നിർത്തിയിട്ടിട്ട് ഫുൾ ബ്ലോക്ക്. ഞങ്ങൾ ബ്ലോക്ക് കണ്ടിട്ട് എന്താ ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുക. അപ്പോഴല്ലേ ഈ സ്ഥലം കാണുന്നത്. അടിപൊളി സ്ഥലം, നല്ല ഭംഗിയുള്ള അടിപൊളി, ഭയങ്കര അടിപൊളി. അന്നാണെങ്കിൽ നല്ല കാറ്റും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറേ നേരം അവിടെ വെള്ളത്തിലൊക്കെ കളിച്ച് നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും. നല്ലൊരു ദിവസമായിരുന്നു അന്ന്.